ഹലോ സുഹൃത്തേ. പേരെന്താണ്? CM ആണോ നിങ്ങള്? അല്ല, പേരെന്താ? സാധാരണ അവരാണ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് വിചാരിച്ചത്. നിങ്ങളുടെ പേരെന്താ? സ്പീഡോ. ബാക്കിയുള്ള ആളുടെ? എന്റെ പേരോ? എന്റെ പേര് അഡാഗോഡ്. നിങ്ങള് CM അല്ലല്ലോ? അല്ലല്ല, നമ്മളാ കണ്ടികളെ ഇറങ്ങിയല്ലേ. അളിയ ഗ്യാങ് പറയുമ്പോലെ അവന് ഉറപ്പില്ല അളിയ. എന്റെ പേരാണോ? ബ്രോ ഈ കരിമീൻ കോഡ് എന്ന് പറഞ്ഞ കണ്ടീനല്ലോ നിങ്ങൾക്ക് അറിയോ? എന്റെ പേര് അഡാഗോഡ്. കമ്പന്തൂറിയാ? കമ്പന്തൂർ CM-ലുള്ളവനല്ലടാ ഈ കമ്പന്തൂരി. അതോ CM-ലുള്ള ഒരു ബ്രോ ഈ തമിഴന്മാരെ കിട്ടോ ബ്രോ? നമുക്ക് ട്രക്ക് ജോബിൽ അവിടെ ആരായാലും മതി, ആരെങ്കിലും കിട്ടുമോ? അല്ല ബ്രോ, നിങ്ങൾക്ക് നമ്മളൊരു വേണ്ടി വന്നതാണ്. ഐഡി പറ ബ്രോ. എടുക്കല്ലേ പിള്ളേരെ എടുക്കല്ലേ? ഇത് വെച്ചോ. നമ്മുടെ കൂട്ടുകാരൻ എന്താണ് പൂച്ചാക്കോട് പറയല്ലേ, നിനക്ക് കേൾക്കുന്നില്ലേ? നീ പറ. നീ നമ്മുടെ ഈ തോളത്തിരിക്കുന്ന ആളല്ലേ പറയുന്നത്, നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ കൂട്ടുകാരാ. ഡബ്ല്യുവിന്റെ അങ്ങോട്ട് പോട്ടെ എല്ലാരും. ഡബ്ല്യുവിന്റെ അങ്ങോട്ട് വേണ്ട, വേഗം വാ. സിറ്റുവേഷനോ ബ്രോ എടുത്തല്ല പറയുന്നേ, ഇവന്റെ അടുത്താ പറയുന്നേ. ബ്രോ എടുത്തല്ല. അവൻ കത്തി എടുത്തല്ലേ? അടിയായി ലോലനെ കൊന്നേ. പോടാ തീട്ടമേ. അവന് വെടിവെക്കാൻ പോലും അറിയത്തില്ല, കൊണയ്ക്കാൻ വരുന്നവൻ. അയ്യേ മാസായി പോയി. ഇവനെ തൂക്ക്. തൂക്കിയടാ, അവനെ തൂക്ക്. ഇതുണ്ടോ ക്യാൻ? എന്റെ ഉണ്ട്. ഞാൻ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചോടെ. വണ്ടി എടുത്ത് എസ്കേപ്പ് ആവാൻ നോക്കിയതാണോ നീ കരിമീൻ കൂടെ? എന്താടാ ആശ നീ ഇപ്പൊ കാണിച്ചേ? മാസ് എൻട്രി ആയിരുന്നു കേട്ടാ. ഞാൻ വിചാരിച്ച അവന്മാരാന്ന് വന്ന് വീഡിയോ ചെയ്തു. ഹലോ പറയടാ, സിറ്റുവേഷൻ ആണോ? പൈസ അറിഞ്ഞൂടെ? CM ആണോ? അളി ഇവനൊരു കണ്ടി തന്നെയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഈ കണ്ടീനെ കണ്ടിട്ട് ഒന്നില്ലേ മറ്റേ എന്തോ ഗോഡാ ഇതേവരായിട്ടും കേൾക്കാത്തൊരു വേർഡ്. പിന്നെ അല്ലെങ്കിൽ കരിമീൻ കോഡ്, ഇതിലേത് പറഞ്ഞാണ്? ആ ഓടല് കണ്ടറിയാം. ഈ ഓട്ടം കണ്ടറിയാ. കുത്തിയിട്ട് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. എന്തൊരു ഓട്ടോടാ അവൻ ഓടിയത്. ഇന്നലെ CM അടിയുള്ളതെന്ന് പറഞ്ഞ സിറ്റി 13 പേരെ വിളിച്ചു കയറ്റിട്ട് അതേപോലെ ഇറങ്ങി ഓടിയൊരു അവസ്ഥ സീനിലായിരുന്നു. സെയിം സാധനല്ലേ? എന്തിനു പറയാനറിയാ. CM-ന്റെ അതേ പരിപാടിയാണല്ലോടാ. നോക്കിയിരുന്നാണ്. പിന്നെ ചിലപ്പോ ആൾക്കാർ വരും കേട്ടോ, മാറ അങ്ങനത്തെ സീനുണ്ട്. നമ്മളിപ്പോ എന്തേ ഗ്യാങ് ഹൗസിന്റെ അടുത്ത് ആരും അറിയാത്ത സ്ഥലത്ത് കൊണ്ടുവച്ചാലും പിള്ളേരവിടെ വരും. പിള്ളേരും കേറുന്നുണ്ടല്ലോ. കോച്ചെത്തി
നിങ്ങളൊക്കെ നീ എത്തിയാ? പറ്റുന്നവരൊക്കെ വിളിക്കട്ടോ നമുക്ക് ഇന്നലെയോ നിനക്ക് ഹലോ ബ്രോ. ഹലോ ആ അല്ലേ നിന്നല്ലോ അല്ല ഇവന്മാര് നിന്നെ കട്ടിക്ക് കൂളി. എടാ സ്പീഡ് ഇവനല്ലേ സ്പീഡ് അവൻ ഏവൻ കരിമീൻ കോഡ് സ്പീഡ് അത് അടേ ഇത് കരിമീൻ കോടാണ് ഇത്. പിന്നെ ഇത് കരിമീൻ കൂടോ? ഓ ഹലോ യെസ് പറയൂ. കൈവെക്കൂ മച്ചാനെ. ഓ ഞാൻ കേൾക്കുമല്ലോ. അത് ജയകുമാർ താങ്ക് യു ഫോർ എന്നോട് പറയാൻ തോന്നി എന്റെ ഭാര്യ എന്തൊരു കഷ്ടം. മുഞ്ചില്ലടാ ആ മച്ചു പറ മച്ചു. കൈവെക്ക് എന്താ? കൈവെക്ക് ഓ, കൈവെക്ക്, വെച്ചൊന്നും വേണ്ട. നീ ആ. വലിയ പറയൂ സാർ പറയൂ. സാറാ പറ സാർ. നിന്റെ സ്കൂളിൽ ഒന്ന് പഠിപ്പിച്ചോ നിന്നെ? ഇല്ല പഠിപ്പിച്ചിട്ടില്ല. എന്നാ താങ്കൾ പറയൂ എന്താണ് എന്നാ താങ്കളുടെ പേരെന്താണ്? എന്നാ നീ ഒന്ന് മുട്ടുകുത്തിന്ന് മുട്ടുകുത്തി എന്റെ മുട്ടിന് ചെറിയ തേയ്മാനം ഉണ്ട്. നീ കുത്തിക്കണം മനസ്സിലല്ലേ മുട്ടിത്തക്കണം ഇല്ല കണ്ടൈമില്ല എന്റെ മുട്ടിന് ചെറിയൊരു തേയ്മാനം ഉണ്ട്. ഇരുന്നിരുന്ന് തേഞ്ഞതാണ് ഇരുന്നിരുന്ന് തേഞ്ഞത്. മുട്ടിച്ചിരി തേഞ്ഞ് നിൽക്കുവാണേ. നിർബന്ധിക്കല്ലേ 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 അവൻ ഓൾറെഡി തേഞ്ഞിരിക്കോ ചിലപ്പോ വായിൽ വരെ എടുത്തു. നിങ്ങളെ പറഞ്ഞോളൂ. ശരിയല്ലല്ലേ എന്റെ അടപ്പായസം കോഡ്. അടപ്പായസം കോടാ? നീ എന്താ അടപ്പായസം തിന്ന് കോടായതാണാ? ഇല്ല നമുക്കൊരു കമ്പനി ഉണ്ടേ. ആ എന്താണ് അങ്ങനെ എങ്ങനെ ആൾക്കാരെ നിങ്ങളിപ്പോ വിളിച്ചോണ്ടിരിക്കുന്ന കേട്ടോ പൈസ മേടിക്കാൻ? അതുപോലുള്ളവനാണെങ്കിൽ സ്വന്തം പേര് ഞാൻ ഇവിടെ വന്ന തന്നെ എന്താ വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാരന് ഞാൻ മനസ്സിലായില്ലേ? എന്ത് സംസാരിക്കണ്ട, വലിയ സംസാരം വേണ്ട. നീ ഉണ്ടായിരുന്നു വാടശ്ശേരി വാടശ്ശേരി വലിയ കൊണയൊന്നും വേണ്ട കേട്ടാ. നിന്റെ LKG സ്കൂളല്ലേ ഇവിടെ കിടന്ന് കൊണകൊണ. നീ ഗ്യാങ് ആണോ? CM എന്ന് പറയുന്ന കണ്ടി ഗ്യാങ് ആണോ നീ? അല്ല അയ്യോ ആവാണങ്ങളല്ലേ ആവാണങ്ങളല്ലേ ആവാണങ്ങളല്ലേ? അയ്യോ നമ്മള് അതെ ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. എടാ ഇവനെ നിർത്തി കത്തിക്കളി ഇവനെ നിർത്തി ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. നിർത്തി കത്തിക്കളി അവനെ. നമ്മള് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അയ്യോ ബിസിനസ് ഓർഗനൈസേഷൻ ഒന്ന് അവിടെ ബ്രോ കൈ ധരിക്കുന്നു ബ്രോ. അയ്യോ ഇതൊക്കെ വെച്ചാ ഇതൊക്കെ മറ്റേ പിള്ളേരാണ് അതിന്റെ ഒരു കാര്യം. കേറ് കക്കൂസ് എടാ വെയിറ്റ് അല്ലേ എവിടെ പോണ്? കൈവക്കടാ ഇങ്ങോട്ട് കേറി കൊറേ കണ്ടിയിൽ ഇറങ്ങിക്കോളൂ. പറഞ്ഞോ ബ്രോ. ആ നീ അവിടെ നില്ല വെയിറ്റ് കേറ് നിനക്കുള്ളത് എന്ത് കണ്ടല്ലോ എഴുതി വെച്ചേക്കുന്ന? ഇല്ല ഞാൻ കണ്ടില്ല കേട്ടോ. കണ്ടില്ലേ? അത് വായിക്കാനുള്ള വിദ്യാഭ്യാസം നിനക്കില്ല. ഈ സിറ്റിസൺ എങ്ങനെയാണ് ഈ ഒക്കെ കിട്ടിയത്? വിദ്യാഭ്യാസം പഠിപ്പിക്കണമെങ്കിൽ നീ സ്കൂളിൽ പോടാ. എടാ നീ ല്ലേ പോന്നെ പയ്യെ പഠിച്ചോളും കേട്ടോ. നമ്മള് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മിണ്ടാറാ ഗണ്ണേമല്ലേ വായങ്ങാണം തുറന്ന മിണ്ടാറാ മിണ്ടായിരിക്കാൻ പറഞ്ഞോട്. ഫുഡില്ലായിരുന്നു. എടാ ഈ ആളുടെ കയ്യിൽ നിന്ന് എത്ര രൂപക്ക് വരെ സാധനം എടുക്കാൻ പറ്റുള്ളൂ? ഉള്ളത് എടുത്തിട്ടുണ്ട്. വാടാ അവനെ കൊണ്ട് അവന്റെ കഴപ്പങ്ങ് തീർക്കണല്ലോടാ. റീഫ്രഷ് എടുക്കണം. അതൊക്കെ വലിച്ചെടുക്ക. അല്ല അഡ്മിൻ കാണുന്നുണ്ടാ? സത്യം പറഞ്ഞത് തന്തയില്ലാത്ത ആയിക്കട്ടെ. പിന്നെ മറ്റേ അടിക്കണവനെ പിന്നെ വാവ്. എടാ ഹെൽപ്പിട്ട് വിളിച്ചടാ, അഡ്മിനെ വിളിച്ചടാ.
ഇപ്പൊ കൊണ്ടുവരും ആ കോച്ച് കോച്ച് വെയിറ്റ് CM ന് അടിക്കാൻ പറ്റിയൊരു വെയിറ്റ് ഇതൊന്നും CM പെണ്ണ എന്നിട്ട് കേറ് CM പെണ്ണ എടാ വാടാ സ്നൈപ്പേ വീണ്ടും പക്കടിച്ചു പോയി വീണ്ടും വേണ്ടി അടിച്ചതാണ് മനസ്സിലായി വേടാജു ഇവിടെ വന്നടാ. എടാ നീ അയ്യേ കരിമീൻ കോട് ഇത്രയുള്ള കരിമീൻ കോട് ഇതിലെങ്ങാട്ടി പേര് സ്വന്തം സാമാനം വളച്ചെടുത്ത് വയലിടുന്ന ആളിയാ കരിമീൻ. അതിനൊരു സാമാനം ഇല്ലല്ലോടാ, കരിമീൻ എവിടെ സാമാനോടാ, പെൺകരിമീനല്ലടാ ഇത്. എന്താണ് ഇവനൊക്കെ കൊണ്ണ തന്നെയാ. വാ പോവാ. ഇല്ല അവനെ നമ്മള് ഹോസ്റ്റേജ് ആക്കുന്നതിലാണ് ഇത്രയും വിഷമം. അപ്പൊ നമ്മൾ ഹോസ്റ്റേജ് ആക്കിയിട്ടേ പോവുള്ളൂ ബ്രോ. അതാണ് എന്റെ മര്യാദ. നമ്മള് അവൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എക്സാറ്റിൽ അങ്ങോട്ട് തൊലിക്കുവായിരുന്നല്ലോ ഇവൻ. എടാ ഗ്യാങ്ങിലില്ല കേട്ടാ CM അപ്പൊ എന്ത്